ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കമുന്തിരി അതായത് കിസ്മിസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ധാരാളമായിട്ട് മുന്തിരിയൊക്കെ കിട്ടുന്നുണ്ട്, അധികം വിലയുമില്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിസ്മിസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ കിസ്മിസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മുന്തിരിയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല മൂത്ത മുന്തിരിയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല മധുരവും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നല്ല വെയിലുള്ള സമയവും അതുപോലെ ഇഷ്ടം പോലെ മുന്തിരിയൊക്കെ കിട്ടുന്ന സമയവും ആകുമ്പോൾ ഇതുപോലെ നമുക്ക് കിസ്മിസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടാക്കലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് കറുത്ത മുന്തിരി എടുത്താൽ മതി. കുരുയില്ലാത്ത കറുത്ത മുന്തിരിയൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു മുന്തിരി വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ കറുത്ത കിസ്മിസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതിൽ നിന്ന് ഇത്രയും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം ഇതിൽ കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാതും ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അത് ഇത്രയും മുന്തിരിയാണ് കേട്ടോ ഞാൻ കിസ്മിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുമ്പോൾ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയ മുന്തിരി ഞാനിവിടെ ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, മുന്തിരി നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ആയതുകൊണ്ട് ഇത്രയും വെള്ളമേ വെച്ചിട്ടുള്ളൂ. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുന്തിരി ഒന്ന് പുറംഭാഗമൊക്കെ കളറ് മാറിയിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ. അത് വിചാരിച്ചിട്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളച്ചാൽ മതി. അപ്പോൾ തന്നെ മുന്തിരിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മുന്തിരി പൊട്ടി പോകും കേട്ടോ, അങ്ങനെ മുന്തിരി പൊട്ടരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുന്തിരി എല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം പോകാനായിട്ട് കുറച്ച് നേരം വെക്കണം, അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിൽ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെക്കുക. ഒന്നൊന്നിൻ്റെ മേലെ വരാത്ത രീതിയിൽ ഇതുപോലെ എല്ലാതും ഓരോന്നായിട്ട് പരത്തി വെക്കണം. എന്നിട്ട് നമുക്കിത് വെയിലത്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കിസ്മിസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിവിടെ ഉണക്കി വന്നപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര ദിവസം വെയിൽ കൊള്ളണം എന്നുള്ളതൊക്കെ നമ്മൾ ഉണങ്ങി വരുന്നതിനനുസരിച്ചാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചൂടൊക്കെ. അപ്പോൾ ഞാനിവിടെ 2ാമത്തെ ദിവസം ഉണക്കിയെടുത്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കിസ്മിസിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇത് ഒരു ദിവസം കൂടെ ഉണക്കിയെടുക്കാം. നമുക്ക് എടുത്തു വെക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇനി ഇത് ഒരു ദിവസം കൂടെ ഉണക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 3 ദിവസമാണ് വെയിലത്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു നല്ല വെയിലുള്ള സമയത്ത് എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ കിസ്മിസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്